ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് കരുതുന്നത്, അവർ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ, അവരും നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആള് വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒത്തിരി സ്നേഹത്തോടെയുള്ള ചിന്തകളുണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള ചിന്തകളുണ്ട്. എങ്കിലും ഈ കാര്യങ്ങളൊന്നും പുറത്തു കാണാതെ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഫീലിങ്സ് ഉണ്ടെങ്കിലും എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവമല്ല. അപ്പൊ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അവർക്ക് ചിന്തകളുണ്ട്, അത് പുറത്തേക്ക് കാണിക്കാതെ ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന, ഒരു മൗനം പാലിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് അവരുടെ ഒരു മാനസിക അവസ്ഥ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു വികാരങ്ങൾ, അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സുകൾ ഒരു റിയൽ ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ആ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അതൊരു ഫേക്ക് അല്ല, ഒരു കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ളതല്ല, അങ്ങനെയൊന്നും ഉള്ളതല്ല. വളരെ റിയൽ ആയിട്ടുള്ളതാണ്. അതുപോലെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോടുള്ളത്. ഒരു ക്രഷോ അങ്ങനെയൊന്നുമല്ല, ഒരു സൂപ്പർഫിഷ്യൽ അട്രാക്ഷൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ വളരെയധികം ഒരു സ്നേഹം, നിങ്ങളെ അവർ ഇമോഷണലി സേഫ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട്, നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഫീലിങ്സ് അവർ എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എന്തോ ഒരു പേടി അവർക്കുണ്ട്. ഇനി ഞാൻ ഈ ഫീലിങ്സുകളെല്ലാം പറഞ്ഞതിന് ശേഷം എനിക്ക് എപ്പോഴെങ്കിലും ഈ ഒരു സ്നേഹം നഷ്ടപ്പെടുമോ, ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരുമോ, ഞാൻ സ്വയമേ ഹേർട്ട് ആകേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് ഓർത്തിട്ട് അവർ ആ ഒരു ഫീലിങ്സുകളൊക്കെ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്ക് ഈ ഒരു ക്വീൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അവരെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കരുതുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഞാനിപ്പോൾ പറഞ്ഞു, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വന്ന് അവരുടെ ഫീലിങ്സും ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് തന്ന് നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുകയും വളരെയധികം നല്ലൊരു ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു ഡെപ്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവര് തന്നെ വേദനിക്കുമോ എന്ന് അവർ ഭയപ്പെടും എന്ന് നമ്മൾ കണ്ടു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പാസ്റ്റിൽ വളരെയധികം ഇമോഷണൽ ലോസ്, നിരാശ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഒരു പേഴ്സണെയും ഫുള്ളി ട്രസ്റ്റ് ചെയ്യാനായിട്ട് അവർ മടിക്കുന്നത്. കാരണം ആക്ച്വലി നമ്മളിങ്ങനെ പറയാറില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ആ ഒരു രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ഇമോഷണൽ ലോസ് ഒക്കെ ഉണ്ടായി അവർ ട്രോമാസിലൂടെയൊക്കെ പോയി വളരെ വിഷമത്തിലൂടെ പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ആരെയും അങ്ങനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, വളരെയധികം ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അവർ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് ആ പാസ്റ്റിൽ കിട്ടിയ ഒരു ട്രോമ ഇനി ഉണ്ടാകുമോ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, നിങ്ങളെ സമീപിച്ചാൽ ആ ഒരു പഴയ പെയിൻ തിരികെ വരുമോ എന്നുള്ള ഒരു ആശങ്ക. അപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കാം ചിലപ്പോൾ ചിലവർ ഫസ്റ്റിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ വന്നു, ഒരു ബ്രേക്കപ്പോ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടായി, അത് പോയി, പിന്നെ വീണ്ടും ചിലപ്പോൾ നിങ്ങൾ അവരിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താകാം ഈ ഒരു പേഴ്സണെ ഈ തരത്തിലുള്ള ഒരു പേടിയുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ പാസ്റ്റിൽ ഇവർക്കൊരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇമോഷണൽ ലോസോ ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തുറന്നൊരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ 8 ഓഫ് സോർഡ്സിന്റെ എനർജി വരുന്നുണ്ട്, അതുപോലെ 4 ഓഫ് പെന്റിക്കിൾസ്. ഈ 8 ഓഫ് സോർഡ്സ് നോക്കുമ്പോൾ തന്നെ അവർ തന്നെ സ്വയം അവരെ ചുറ്റി വരിഞ്ഞ് കൈയും കെട്ടി കണ്ണും എല്ലാം മൂടിക്കെട്ടി ഇങ്ങനെ അവരെ തന്നെ അവർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇനി മുന്നോട്ട് വന്നാൽ കാര്യങ്ങളൊക്കെ പാളുമോ, ഇപ്പോൾ ഈ ഒരു സൈലന്റ് ആയിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ഒരു
ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീലിങ്സുകളെല്ലാം അവരിങ്ങനെ പിടിച്ചു വെക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങളോടുള്ള അവർക്കുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെന്റ് അവർക്ക് തോന്നുന്നുണ്ട്, സ്പാർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എനർജി അവരെ എപ്പോഴും ഒരു ലൈവായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇമ്മച്ചുറായിട്ട് തോന്നരുത് എന്നുള്ളൊരു പേടി കൊണ്ട് അവരിങ്ങനെ ഒരു കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ്, സ്പാർക്ക്, ഫീലിങ്സും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു വൾണറബിൾ ആയിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പൊ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു വൾണറബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഒരു ഇമ്മച്യൂർ ആളായിട്ട് അവർ കാണുമോ എന്നൊരു പേടി കൊണ്ട് അവർ ജസ്റ്റ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, ചിലപ്പോൾ ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, എന്തായാലും നല്ലൊരു രീതിയിലായിരിക്കില്ല ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ചിന്തിച്ചത് ആ ഒരു വ്യക്തിയുമായിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇവർ ഇനി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും, അവർ എപ്പോഴും ഇങ്ങനെ ഒരു പതുങ്ങി നിൽക്കുകയാണ്. എല്ലാത്തിനും ഒരു കൺഫ്യൂഷനാണ് ഇവർക്ക്. എന്ത് ചെയ്യണം, ഒരു ക്ലാരിറ്റിയും ഇല്ല ഇവർക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ നോക്കുമ്പോൾ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വരുമ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള ആക്ഷൻ ആണ് വരുന്നത്. പക്ഷെ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ജെന്യൂൻ ആയിരിക്കും. ഇമ്പൾസീവ് സ്റ്റെപ്സ് അല്ല, അവർക്ക് കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള മൂവ്സ് ആണ് അവരെടുക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ടൈം എടുക്കും. പക്ഷെ ഒരു പകുതി ഹൃദയത്തോടെ അല്ലെങ്കിൽ പകുതി മനസ്സോടെ ആയിരിക്കില്ല അവർ ആ ഒരു ആക്ഷൻ എടുക്കുന്നത്. അത് അവർ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് എടുക്കുള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് ജെന്യൂനായിട്ട് തന്നെ എടുക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് ഒരു ചിന്തകൾ അവരുടെ മനസ്സിനുള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. കുറേ ഡ്രീമുകൾ അവർ കാണുന്നുണ്ട്. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ മടിക്കുകയാണ്. കാരണം ഹൃദയം എന്താണ് പറയുന്നത്, മനസ്സെന്താണ് പറയുന്നത്, ഇങ്ങനെ പല രീതിയിൽ. അപ്പൊ പ്രാക്ടിക്കലായിട്ട് ഒരു വശത്ത് ചിന്തിക്കും, ഇമോഷണലി വേറൊരു വശത്ത് ചിന്തിക്കും. അപ്പൊ രണ്ട് രീതിയിലും ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ക്ലാഷസ് വരികയാണ്. അപ്പൊ അവർക്ക് മൊത്തത്തിലൊരു ക്ലാഷ് വന്നിട്ട് വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ അവർക്ക് അങ്ങനെ ആ ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവർ നിങ്ങളെ ഫ്യൂച്ചറിൽ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ അവരൊരു ഫ്യൂച്ചർ ഒരു പോസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ ഒരു ഫ്യൂച്ചർ അവർ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്രസന്റ് കണക്ഷൻ അല്ല, ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൂടെ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ആ ഒരു ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചറിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ ഒരു ലോങ് ടൈം ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടാകും, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് നമുക്കിവിടെ 10 ഓഫ് പെന്റക്കിൾസ് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിന് കുറച്ചൊരു സമയം എടുത്താലും അത് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതൊരു കാഷ്വൽ എൻഡിങ്ങിനുള്ള ഒരു കണക്ഷൻ അല്ല. അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുമുട്ടുന്നു, ഓക്കെ, കുറച്ച് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നു, അതിനൊരു എൻഡിങ് വരുന്നു, ആ ഒരു രീതിയിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ അല്ല ഇത്. ഇതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ 10 ഓഫ് പെന്റിക്കിൾസ് വഴി പറയാനായിട്ട്. ഫൈനൽ ഔട്ട്കം അതായിരിക്കും, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങളിവിടെ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെ ശരിക്കും ഡീപ്പായിട്ട് ആ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോടുള്ളത്. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സുകളൊന്നും ഫേക്ക് അല്ല എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും കെയറോ എന്ത് തന്നെ തരത്തിലുള്ളതാണെങ്കിലും അതൊരു ഫേക്ക് അല്ല എന്നതാണ്. പക്ഷെ അവർക്ക് ഒത്തിരി ഒരു ഓവർലോഡായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട്, അല്ലെങ്കിൽ ആ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നും ആൾക്കുണ്ട്. പക്ഷെ പാസ്റ്റിലെ കുറച്ച് പെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊന്ന് പിന്നോട്ട് മാറി നിൽക്കുന്നു. പക്ഷെ എങ്കിലും നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തും. പക്ഷെ അത് സ്ലോ ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചൊരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഡയറക്ഷനിലേക്ക് ഈ ഒരു നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിലും എന്നുള്ളതാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു റീഡിങ് ശരിക്കും പറഞ്ഞാൽ
ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുറകെ നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ച് അയ്യോ അവരെന്നെ ഇട്ടിട്ട് പോലെ അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളൊന്ന് കാമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവര് തന്നെ നേരിട്ട് വന്ന് ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കറേജ് അവർ ബിൽഡ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ടും കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി, നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി നേരിടുന്നുണ്ട്. ഒരു ഡൈവേഴ്സിന്റെ വക്കിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു പാസ്റ്റിലെ ആ ഒരു വേദന എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതൊക്കെ ആയിരിക്കാം. ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് നിലനിൽക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു നല്ല ലൈഫ് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ഒന്ന് പേടിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി വളരെ വിഷമത്തിലൂടെ കടന്നു പോവാണ്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവർ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചെയ്താലും കരിയർ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കാണും. പക്ഷെ ഈ വ്യക്തിക്ക് ഒരു മെന്റൽ കോൺഫിഡൻസ് ആ വ്യക്തിയുടെ മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അതിലൊന്നും വിജയിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ അവരൊരു ഡൗട്ട്ഫുൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചിന്തിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്കിവിടെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ ഏത് രീതിയിൽ എടുക്കണം, ഏത് ഇമോഷൻസ് അവിടെ കൊടുക്കണമെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആർക്കും ഈ വ്യക്തിയെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒന്നിനോടും ഒരു തീരുമാനമോ ഡിസിഷൻസോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവരൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ സ്റ്റെഡിലി ആയിട്ട് നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അത് ഉറപ്പാണ്. അവർ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള രീതിയിലല്ല, ആ ഒരു രീതിയിൽ ജെനുവിൻ ആയിരിക്കും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവര് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് വന്ന് നിന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർക്കൊരു ഡൗൺഫോൾ സംഭവിച്ച് ഇവര് വളരെയധികം ഒരു ഡൗണിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതായത് അവര് ഒന്നേന്ന് ചില കാര്യങ്ങളൊക്കെ ഇവർ ഒന്നേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്, ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് നടത്തണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഇനി ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്കിടെ എനർജി കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ പല രീതിയിലുള്ള എനർജീസ് വരും. ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ഓവറോൾ ഒരു എനർജി പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കുറച്ച് താമസിച്ചായാലും അല്ലെങ്കിൽ വളരെയധികം ഒരു സമയം എടുത്താലും എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് പോകുന്നു, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം, ഒരുപാട് റിലേഷൻഷിപ്പിൽ സിറ്റുവേഷൻസ് നിങ്ങൾ അറിയണം, സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ പോകണം. ഇതെല്ലാം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ കാണുന്ന ഓരോരോ എക്സ്പീരിയൻസുകൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ട ഒരു സീനുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇനി ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്താ നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ പോലും നിങ്ങൾ യാതൊരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ എങ്കിൽ കൂടി ഏത് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിലും ഈ ഒരു കാര്യങ്ങളിലൂടെ എല്ലാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൈക്സ് ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1981 ഒരു നമ്പർ കിട്ടിയിട്ട് ഒരു വർഷം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ബ്ലാക്ക് കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1982
ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1976 കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ്, റെഡ് കളർ, കൊല്ലം ജില്ല, ലോയർ, ലെറ്റർ ഇസഡ്, നമ്പർ 54. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 33. ഈഗോ, ലെറ്റർ എസ്, ലെറ്റർ എൻ, ടെക്ക്, റൈഡിംഗ്, നമ്പർ 44. Number 6. Long distance, 2 months, you can trust, patience. പേഷ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. വളരെ പേഷ്യൻസോട് കൂടി ആ ഒരു റിലേഷൻഷിപ്പിൽ കാത്തിരിക്കുക എന്നതാണ് നമുക്ക് കിട്ടിയത്. പേഷ്യൻസ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിയുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്.